ഹായ് ഡിയേഴ്സ്, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടപ്പോൾ തന്നെ ചിക്കൻ ബിരിയാണീൻ്റെ ഫുൾ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഓർഡർ കിട്ടിയായിരുന്നു. 2 കിലോ ബിരിയാണിക്കുള്ള ഓർഡറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ബിരിയാണി ഇത്ര ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണി കേട്ടോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് 2 കിലോ ആണ് അവർ ഓർഡർ തന്നെങ്കിൽ ഞാൻ 1 കിലോ അങ്ങനെ ആക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. നമുക്ക് പെട്ടെന്ന് 1 കിലോത്തിനുള്ള ഇൻഗ്രീഡിയൻസും എല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോക്കാം. അപ്പോൾ നമുക്കിത് രാവിലെ 9 മണിക്കാണ് ഒരു ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ കുഞ്ഞിനാൻ്റെ ഫ്രണ്ടിന് തന്നെ കേട്ടത്. അപ്പോൾ ഒരു ബർത്ത്ഡേ എന്തോ പാർട്ടി ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് രണ്ട് പാത്രത്തിലായിട്ട് ദമ്മിട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഉച്ചക്കിലേക്ക് അവർക്ക് വേണമെന്നാണ്, പിന്നെ രാത്രിയിലേക്ക് വേറെ ദമ്മിട്ട് വേറെ തന്നെ കൊടുക്കാനാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ അങ്ങനെ ചെയ്യാമെന്നുള്ളതിൽ. അപ്പോൾ ഞാൻ പിന്നെ ഓരോ കിലോ ഉണ്ടാക്കാമെന്നുള്ളതിൽ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കിലോത്തിനുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സവാളയും തക്കാളിയും അതേപോലെ തന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കിലോത്തിനാകുമ്പോൾ ഞാൻ അതുപോലെ 4 സവാള കേട്ടോ എടുക്കുക. 2 വലിയ സവാള എടുത്തിട്ടുണ്ട്, പിന്നെ 2 ചെറിയ സവാള അങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വലിയ സവാളക്കാണെങ്കിൽ നമുക്ക് 3 എടുക്കാം, ചെറുതാണെങ്കിൽ 5 വരെ എടുക്കട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഓരോ കിലോത്തിനുള്ള ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് അങ്ങനെ ഒന്നാകെ കട്ട് ആക്കന്നെ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ സെപ്പറേറ്റ് ആക്കി വെക്കണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ 2 കിലോത്തിന് ഞാൻ 5 തക്കാളി എടുത്തിട്ടുള്ളത്. 5 വലിയ തക്കാളിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 5 എടുത്തിന്. ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 6 വരെ എടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 പിന്നെ 1 പകുതി ഓരോ കിലോ അങ്ങനെയാണ് എടുക്കുന്നത്. പിന്നെ പച്ചമുളക് ഞാൻ 6 എടുത്തിട്ടുള്ളൂ കേട്ടോ. 2 കിലോ എരിവുള്ള പച്ചമുളക് കേട്ടോ. അപ്പോൾ ഞാൻ 6 പച്ചമുളകാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 3 പച്ചമുളക് 1 കിലോ അങ്ങനെ. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 3 എടുക്കാം, അല്ലെങ്കിൽ ഒരു 5 6 എടുക്കാം. പിന്നെ നമ്മൾ വെളുത്തുള്ളി 4 കൂട വെളുത്തുള്ളിയായിട്ട് എടുത്തിട്ടുള്ളത്. 1 കിലോത്തിന് 2 കൂടം വെളുത്തുള്ളി അങ്ങനെ. അപ്പോൾ വലുതായിരുന്നു കേട്ടോ വെളുത്തുള്ളിൻ്റെത്. അപ്പോൾ ഞാൻ 2 എടുത്ത് 1 കിലോത്തിന്. അപ്പോൾ മൊത്തത്തിൽ 4 എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇഞ്ചി എടുത്തിട്ടുള്ളത് 50 ഗ്രാമാണ് കേട്ടോ. 2 കിലോ ബിരിയാണിക്കാണ് ഞാൻ 50 ഗ്രാം എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പകുതി നമ്മൾ 1 കിലോത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ബിരിയാണിയിലേക്ക് ഇഞ്ചിനെക്കാട്ടും കൂടുതൽ വെളുത്തുള്ളിയാണ് എടുക്കേണ്ടത്. വെളുത്തുള്ളി കൂടുതൽ ഇട്ടിട്ടാണ് നമ്മൾ ബിരിയാണി എപ്പോഴും റെഡിയാക്കേണ്ടത്. പിന്നെ മല്ലിയില, കറിവേപ്പില, പുതിനയില ഇതൊക്കെ ഞാൻ സെറ്റാക്കി വെക്കുന്നുണ്ട്. എല്ലാം ഞാൻ ഇങ്ങനെ പകുതിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ മല്ലിയില എടുത്തിട്ട് ഇത് 1 കിലോത്തിൽ സെപ്പറേറ്റ് ആയിട്ട് പകുതിയാക്കി കട്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കറിവേപ്പിലും പുതിനയൊക്കെ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ 1 കിലോ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ 4 സവാള എടുക്കാം, 3 തക്കാളി എടുക്കാം. വലിയ തക്കാളി ആണെങ്കിൽ 2.5 തക്കാളി മതി. ഇപ്പോൾ ഞാൻ 2.5 തക്കാളി എടുത്തിട്ടുള്ളത് അങ്ങനെ. പിന്നെ അരി 2 കിലോ കൊടുത്തിട്ടുണ്ട്. അരി ഞാൻ മൊത്തത്തിൽ 2 കിലോട്ട് വേവിക്കാട്ടെ ചെയ്യണത്. എന്നിട്ട് ദമ്മിടുമ്പോൾ ഞാൻ പകുതിയാക്കിയിട്ട് അങ്ങനെ ദമ്മിടാട്ടെ ചെയ്യണത്. അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ഞാൻ സവാളൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലൊക്കെ കട്ടാക്കാനുള്ള ടൈമിൽ ഞാൻ ഇതുപോലെ സ്റ്റോപ്പറിൽ വെച്ചിട്ട് കട്ടാക്കി ചെയ്യട്ടെ. ബിരിയാണിക്കൊക്കെ നല്ല സുഖമായിട്ട് അങ്ങനെ നമ്മൾ കട്ടാക്കി എടുക്കുകയാകുമ്പോൾ നല്ല നൈസായിട്ട് തന്നെ നമുക്ക് സവാളൊക്കെ കിട്ടും അങ്ങനെ. അപ്പോൾ ഇതിൽ നമ്മൾ സവാള കട്ടാക്കി എടുത്തപ്പോൾ 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കട്ടാക്കി കഴിഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ച് കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ടാക്കുകയാണെങ്കിൽ എനിക്ക് അത്ര സ്പീഡ് ഉണ്ടാവില്ല. ഇതിലായതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞ് ഇത് നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബിരിയാണിയിലേക്കുള്ള ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ. ഇനിയിപ്പോൾ ഞാനിതാ ചിക്കൻ ഒന്ന് വേവിക്കാൻ വിട്ടു. അപ്പോൾ ഒരു ബിരിയാണിക്ക് പ്രത്യേകിച്ച് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ലഗോൺ ചിക്കൻ്റെ ബിരിയാണി മതി, ഇന്ന് വേവുള്ള ചിക്കനില്ലേ അതാണ് കേട്ടോ വെക്കണത്. അപ്പോൾ അതൊന്ന് ഞാൻ ആദ്യം കുക്കറിലൊന്ന് വേവിക്കാന്നുള്ളതിൽ അങ്ങനെ വെക്കണം. അപ്പം 2 കോഴിയായിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് തന്നെ വേവിക്കാണ്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടും ആദ്യം 1 കിലോത്തിലേക്കുള്ള ചിക്കന് വേവിച്ചെടുക്കട്ടെ ചെയ്യണത്. അപ്പോൾ ഇതൊരു 5-6 വിസിലടിച്ചതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ മസാലയിലിട്ട് വേവിക്കുക എന്നുള്ളതിൽ അങ്ങനെ ഹാഫിനേക്കാൾ ഇത്തിരി കൂടെ ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ചിക്കൻ വേകുമ്പോഴത്തേന് നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ മസാലയൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അടുപ്പ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്ന വെള്ളം നമുക്ക് ബിരിയാണിയിലേക്കുള്ള റൈസ് വേവിക്കാനുള്ളതൊക്കെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കിയതിന് ശേഷം റൈസ് റെഡിയാക്കാന്നുള്ളതിൽ അങ്ങനെ. ഇനിയിപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കാനുള്ള ചെമ്പട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
200 ഗ്രാമോളം സൺഫ്ലവർ ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർക്കേണ്ടത് ഇതിൽ. അപ്പോൾ നമ്മൾ സവാള ഒക്കെ വാട്ടാനുള്ള ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 200 ഗ്രാമോളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ 1 കിലോ ബിരിയാണിക്ക് 200 ഗ്രാം തന്നെ വേണം നമുക്ക് ഓയിൽ. പിന്നെ കുറച്ച് നെയ്യും നമ്മൾ ചേർത്ത് കൊടുക്കുമല്ലോ അങ്ങനെ. ഇനിയിപ്പോൾ തന്നെ ഞാൻ സവാളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള വാടാനുള്ള ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് നൈസായതുകൊണ്ട് തന്നെ സവാള പെട്ടെന്ന് വാടിക്കിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ കാറ്ററിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിതിന് മുന്നേ ഇപ്പോൾ ഏകദേശം 1 വർഷമൊക്കെ മുന്നേ കാറ്ററിങ്ങിൻ്റെ എല്ലാതും നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. പലഹാരങ്ങളും അതുപോലെ തന്നെ ബിരിയാണി മന്തി എല്ലാതും നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ അന്നൊന്നും നമ്മൾ കിച്ചണ് റെഡി ആയിരുന്നില്ല. പുറത്തത്തെ കിച്ചണ് ഭയങ്കര പാടായിരുന്നു. ഗ്യാസിലൊന്നും വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് മുതലാവില്ലല്ലോ. അപ്പോൾ ഞാൻ വിറകടുപ്പൊക്കെ റെഡി ആയിട്ട് പിന്നെ ഓർഡറൊക്കെ എടുക്കാമെന്നുള്ളതിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഓർഡർ തരുമ്പോൾ ഓന് ചോദിച്ചു ഇപ്പോൾ ഉണ്ടാക്കലുണ്ടോ എന്നുള്ളതിൽ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, കിച്ചണിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിന് ഉണ്ടാക്കാമെന്നുള്ളതിലാണ് പിന്നെ ഓന് ഇത് ഏറ്റെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ അങ്ങനെ. ആദ്യം നമ്മൾ പലഹാരങ്ങളും എല്ലാതും ഉണ്ടാക്കി കൊടുത്തിരുന്നു കേട്ടോ. ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു എല്ലാം ഉണ്ടാക്കി കൊടുത്തിരുന്നത്. പിന്നെ നമുക്ക് മുതലാവണമില്ല. അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ നമുക്ക് അടുപ്പൊക്കെ ശരിയാക്കിയിട്ട് പിന്നെ ചെയ്യാമെന്നുള്ളതിൽ അങ്ങനെ കേട്ടോ. ഇപ്പം നമ്മൾ അടുപ്പും കിച്ചണൊക്കെ സെറ്റ് ആയിക്കണമല്ലോ. ഇനി ഇൻഷാ അല്ലാഹ് ഓർഡറുകളൊക്കെ കിട്ടിയാൽ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കിച്ചണൊക്കെ സെറ്റ് ആയതിന് ശേഷം ഫസ്റ്റത്തെ ഓർഡറാണിത് കേട്ടോ. മാഷാ അല്ലാഹ് അങ്ങനെ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമ്മൾ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാള നല്ല വാടി വന്നതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല മൂത്ത് വന്നതിന് ശേഷം തക്കാളി ഇട്ടു. തക്കാളിയൊക്കെ നല്ല വേവിച്ച് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ഞാൻ പറഞ്ഞല്ലോ ഒരു 70-80% ഞാൻ വേവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കണേ. ചിക്കൻ മസാലേൻ്റെ പൊടി ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമുളക് 3 ചേർത്തിട്ടുള്ളൂ. അപ്പം ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ പച്ചമുളക് കുറച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുരുമുളകിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണല്ലോ ബിരിയാണിക്ക്. അപ്പോൾ നമ്മൾ ചിക്കൻ മസാലേൻ്റെ പൊടി ചേർത്തില്ല, അതിന് പകരം നമുക്ക് ബിരിയാണി മസാലേൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെ കുരുമുളക് പൊടി ഞാൻ 1 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുത്തിരിക്കണം കേട്ടോ. ഗരം മസാല ഞാൻ 1 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിരിക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ഇപ്പോൾ 1/2 കപ്പ് തൈരാട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ ബിരിയാണിയിലേക്ക് നമ്മൾ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുളി നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാൻ. അത്യാവശ്യം പുളിയുള്ള തൈരാണെങ്കിൽ നമുക്ക് 1/2 കപ്പ് മതി, അല്ലെങ്കിൽ നമുക്ക് 1/4 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല പുളിയുള്ള തൈരായിരുന്നു. അപ്പോൾ 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 പിടി മല്ലിയില, അതുപോലെ തന്നെ കറിവേപ്പ്, മല്ലിയില എടുത്തതിൻ്റെ പകുതി, പിന്നെ പുതിനയില അതും കൂടെ ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് ചിക്കന് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഈ മസാലയിൽ കിടന്നിട്ട് ഇനി ചിക്കനൊന്ന് നല്ല വെന്ത് സോഫ്റ്റായി വരണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ചിക്കൻ ഇങ്ങനെ വെന്ത് വരുന്ന ടൈമിൽ ഞാൻ അതിലേക്ക് പിന്നെ സവാള ഫ്രൈ ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ തിരക്കിട്ടിട്ടാണ് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവർക്ക് 12 മണിയാകുമ്പോഴത്തേന് ഇത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കണമുണ്ടല്ലോ. അപ്പോൾ എന്തായാലും കുറച്ച് അധികം ടൈം ആവുമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ സവാള ഒക്കെ ഫ്രൈ ആക്കുന്നുണ്ട്. പിന്നെ ആ ഫ്രൈ ആക്കിയതിൻ്റെ പകുതി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണിയിലേക്ക് നമ്മളിങ്ങനെ മസാല വേവിക്കുമ്പോൾ സവാള ഫ്രൈ ആക്കി ഇട്ടെടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് ബിരിയാണിക്ക്. പിന്നെ നെയ്യും കൂടെ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ നമ്മൾ ഈ ചിക്കൻ വെന്തുകൊണ്ട് ഇരിക്കുന്ന ടൈമിൽ വേണം ഇത് ചേർത്ത് കൊടുക്കാനും. അങ്ങനെ ഇതപ്പോൾ നമ്മൾ മസാലയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മസാല ഇറക്കി വെച്ചിട്ട് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ 1 കിലോ പിന്നെ റൈസിലേക്കുള്ള മസാല അല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി 1 കിലോ ഉള്ള റൈസിലേക്കുള്ള മസാല ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. കാരണം രണ്ടും നമുക്ക് ഒപ്പം കൊടുക്കാനുള്ളതാണല്ലോ. ഇനിയിപ്പോൾ ഞാൻ റൈസിലേക്കുള്ള പിന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അരി ഒന്ന് കഴുകിയെടുക്കാം. 2 കിലോ അരി തന്നെ ഞാൻ മൊത്തത്തിൽ കഴുകിയെടുക്കാം കേട്ടോ. ഞാൻ റൈസ് മൊത്തത്തിൽ തന്നെയാണ് വേവിക്കുന്നതിന് പകുതി അങ്ങനെ ദമ്മാക്കി എടുക്കുക എന്നുള്ളതിലാണ്. അപ്പോൾ നമ്മൾ അരി കഴുകുമ്പോൾ നല്ല കഴുകട്ടോ. ഞാനിപ്പോൾ ബിരിയാണിയിലേക്ക് അരി വെച്ച് ഊറ്റാട്ടോ ചെയ്യണത്. പിന്നെ നെയ്ച്ചോറ് വെച്ചിട്ടല്ല വെക്കണത്, പിന്നെ ഊറ്റിയെടുത്തിട്ടാണ് വെക്കുന്നത് അങ്ങനെ. അപ്പോൾ ഇത് സാധാ ജീരകശാലൻ്റെ അരി കേട്ടോ. അപ്പോൾ നമ്മൾ കൈമ റൈസ് വെച്ചിട്ട് നമ്മൾ ബിരിയാണി റെഡിയാക്കി കൊടുക്കലുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ അധികം നെയ്ച്ചോറ് വെച്ചിട്ട് തന്നെയാണ് പിന്നെ ദം ചെയ്യുക. ഇതിപ്പോൾ ഈ അരി ആയതുകൊണ്ട് ഞാൻ പിന്നെ വെച്ച് ഊറ്റാന്നുള്ളതിൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അരി നല്ല കഴുകിയെടുക്കുക. കളർ മാറി വരുന്ന വരെ നമ്മൾ 4-5 പ്രാവശ്യം കഴുകിയെടുക്കുക.
ഇനിയിപ്പോൾ ഇതാ വെള്ളം നല്ല തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 വലിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 5-6 ഗ്രാമ്പു, 3-4 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കല്ലുപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബിരിയാണിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുമ്പോൾ പൊടിപ്പിനെക്കാട് ഏറ്റവും നല്ല കല്ലുപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അരി നമ്മൾ പുതിരാനായിട്ട് അങ്ങനെ മാറ്റിയൊക്കെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കട്ടെ. അരി പൊട്ടിപ്പോവാത്ത രൂപത്തിൽ മെല്ലെ ഇളക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇളക്കുമ്പോൾ സ്പീഡായി തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മളെ വീഡിയോൻ്റെ ഇതാണ് കേട്ടോ. ഞാൻ സ്പീഡിലല്ല മെല്ലെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഇപ്പോൾ റൈസൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് വേവിക്കണ്ട. ഒരു 70-80% ഞാൻ വേവിക്കണുള്ളൂ കേട്ടോ റൈസ്. പിന്നെ നമ്മൾ ദമ്മിൽ കിടന്നിട്ടൊന്ന് വേവാണ്ട്. അപ്പോൾ ഞാനിത് ഇറക്കി വെച്ചിട്ട് ഊറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ മസാല ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അടുപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം കേട്ടോ. ഇതാ ഞാൻ നല്ലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ദമ്മ് ചെയ്യുകയാണ്. അപ്പോൾ ദമ്മ് ചെയ്യുമ്പോൾ ഞാൻ 2 പാത്രത്തിൽ ദമ്മ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ ഇങ്ങനെ കാണിക്കണമെന്നില്ല എന്നുള്ളൂ. അപ്പുറം ഒരു ചെമ്പട്ടി വെച്ചിട്ട് അതിലേക്കും ഞാൻ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ അങ്ങനെ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് മാത്രം ദമ്മ് ഇടുന്നത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദമ്മ് ഇടുമ്പോൾ കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ റൈസ് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിത് ദമ്മിൽ കിടന്നിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2-3 കയ്യിൽ ചോറ് ഇട്ടതിന് ശേഷം പിന്നെ അതൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളല്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കട്ടാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. റൈസ് 3 കോരി റൈസ് പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലേൻ്റെ പൊടി ഇങ്ങനെ തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതലാവരുത്, ഇത്തിരി നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ. പിന്നെ ഇതാ റൈസ് ഞാൻ പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റൈസ് ഇതുപോലെ പരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മിൽമൻ്റെ നെയ്യാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കൈമ റൈസാണ് എടുക്കണമെങ്കിൽ പിന്നെ നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടത്. നമ്മൾ മറ്റേ അരിയല്ലേ. അപ്പോൾ അതായതുകൊണ്ട് ഞാൻ പിന്നെ സ്മെല്ലും കാര്യങ്ങളും നമ്മൾ ദമ്മ് പൊട്ടിക്കും നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇതുപോലെ പിന്നെ റോസ് വാട്ടർ ചേർക്കുകയാണെങ്കിൽ റോസ് വാട്ടർ നമ്മൾ ഒരിക്കലും ചേർക്കുമ്പോൾ കൂടി പോയത് കേട്ടോ. ചെറിയൊരു തുള്ളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടോ അതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി കലക്കിയിട്ടാണ് അങ്ങനെയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ അത് ഫുള്ളും റോസ് വാട്ടർ അല്ലേ, വെള്ളത്തിൽ കലക്കിയതാണ് ഞാൻ. അതിന് ശേഷം അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സവാള ഫ്രൈ ആക്കിയ ബാക്കിയുള്ളതും അതേപോലെ തന്നെ പിന്നെ നമ്മളെ മല്ലിയില കട്ടാക്കിയതെല്ലാം കൂടി ഞാൻ ചേർത്ത് ദമ്മിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് കണലൊക്കെ ഞാൻ വാരിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണൽ വാരിട്ടതിന് ശേഷം ഞാൻ വെയിറ്റുള്ള നമ്മൾ അമ്മി എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും അമ്മിയല്ലല്ലേ, ഒലക്ക എന്തൊക്കെയോ അല്ല സംഭവം. എന്തായാലും വെയിറ്റ് ഉള്ളത് ഞാൻ അതിൻ്റെ മേലെ കയറ്റിച്ചു. പിന്നെ നമ്മൾ കണൽ ഇടുമ്പോൾ നമ്മൾ ചെമ്പട്ടിൻ്റെ നടുവിലായിട്ട് ഇട്ട് കൊടുക്കട്ടെ. മുടിൻ്റെ തലപ്പിലൊക്കെ ആകുമ്പോൾ പിന്നെ ദമ്മ് പൊട്ടിക്കുമ്പോൾ പിന്നെ കണലൊക്കെ പിന്നെ നമ്മളെ ചോട്ടിലേക്കൊക്കെ പോകാനുള്ളതുണ്ട്. ഇപ്പോൾ ഏകദേശം 11:45 ആ ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ ആക്കിയതും കൂടെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതും ഞാൻ ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു ഇടയിൽ. ഞാൻ പിന്നെ അതൊന്നും വീഡിയോയിൽ കാണിക്കാഞ്ഞതാണ് കേട്ടോ. അത് പിന്നെ എന്താ പറയുക, പിന്നെ എല്ലതും കൂടി നമുക്ക് ആ ടൈം കൊണ്ട് വീഡിയോ എടുക്കലും എല്ലതും നടക്കില്ലല്ലോ. അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചിക്കൻ ഫ്രൈ ആക്കലും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 12 മണി 12:15 ആകുമ്പോഴത്തേന് എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ അവർ കൊണ്ടുപോയിട്ട് അപ്പോൾ കൊണ്ടുപോകണം മുന്നേ ഞാൻ നമ്മൾ ബിരിയാണീൻ്റെ ദമ്മിൻ്റെ മേലെ ഉണ്ടായിരുന്ന വെണ്ണീരില്ല അതൊക്കെ ഞാൻ മാറ്റിയിട്ട് ടാപ്പൊക്കെ ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ പിന്നെ അത് ഇറക്കൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ ലൈക്ക് ചെയ്യണ കൂടെ തന്നെ വീഡിയോക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് എഴുതാനായിട്ട് മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.